തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് 26 പേരെ ഒരു ഒറ്റയടിക്ക് വെടിവെച്ച് വീഴ്ചപ്പോഴും പിന്നീട് അതിൽ കൂടുതൽ ആളുകൾ മരിച്ചപ്പോഴും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മീഡിയ കരയുന്നത് പാകിസ്ഥാനി വെള്ളം കിട്ടാത്തതിനെ കുറിച്ചാണെന്ന്. സുരക്ഷിതമാണെന്ന് കരുതി കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷം പങ്കിടുന്ന ആളുകൾ അവിടേക്ക് തോക്കുധാരികൾ വന്ന് നിയന്ത്രണമില്ലാതെ വെടിവെച്ച് കൊല്ലുന്നു. വസ്ത്രം മാറ്റി മതം നോക്കി വെടിവെച്ച് കൊല്ലുന്നു. എന്തൊരവസ്ഥയാണ് അച്ഛാ. തീവ്രവാദം മതത്തിൽ അധിഷ്ഠിതമല്ല എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരോട് ഞാൻ പറയുന്നു, അത് മതത്തിൽ അധിഷ്ഠിതമാണ്. തീവ്രവാദത്തിന് മതമുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ നടന്ന ആ നരഹത്യ തെളിയിക്കുന്നത്. കാശ്മീരിന്റെ മണ്ണിൽ പതിച്ച ഓരോ തുള്ളി കണ്ണുനീരും ഭാരതീയന്റെ നെഞ്ചിലാണ് തറച്ചത്. തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്ന പ്രബുദ്ധരായ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഒരു വിഭാഗം മാത്രം നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? ഇതിന് സമാനമായ സംഭവമാണ് ഒരു വർഷം മുമ്പ് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ തേരോട്ടം. നിരപരാധികളുടെ നേർക്കാണ് അന്ന് ഹമാസ് നിറയൊഴിച്ചത്. അതിനെ വെള്ളപൂശാനും നമ്മുടെ കേരളത്തിൽ ആളുണ്ടായിരുന്നു എന്ന സത്യം നമ്മൾ ഓരോരുത്തരും വേദനയോടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാളെ നാം സുഖമായി കിടന്നുറങ്ങുന്ന വീട്ടിലോ നമ്മുടെ എല്ലാം ആരാധന ആലയങ്ങൾക്ക് നേരെയോ മതത്തിന്റെ പേരിൽ ഒരാക്രമണം നടന്നാൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ആർക്കൊപ്പം നിൽക്കും? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിൻ്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുറന്നു പറഞ്ഞ് തറേക്കടവിലച്ഛൻ. അച്ഛാ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പഹൽഗാമിൽ നടന്ന ആ ദാരുണ സംഭവത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഷക്കിനെ പ്രേക്ഷകരെല്ലാം നമസ്കാരം. കഴിഞ്ഞ ദിവസം 2025 ഏപ്രിൽ 22 വൈകുന്നേരം ഏതാണ്ട് 2:45 3 മണിയോടുകൂടിയാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം പഹൽഗാമിൽ അരങ്ങേറുന്നത്. ഇന്ത്യയിലെ അടുത്ത കാലത്തെ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണമാണിത്. 2008 മുംബൈ ആക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണം. കാശ്മീരിലെ പഹൽഗാമിൽ സുന്ദരമായ ഒരു കൊച്ചു സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ താഴ്വരയിലാണ് സംഭവം. ഈ ബൈസറൻ വാലി എന്ന് പറയുന്നത് നമുക്ക് നടന്ന് മാത്രം പോകാവുന്ന, അല്ലെ കുതിരപ്പുറത്ത് പോകാവുന്ന സ്ഥലമാണ്. പഹൽഗാമിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇനി പഹൽഗാമിലേക്ക് എത്തണമെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരെയാണ്. അതായത് പാകിസ്ഥാന് ചേർന്നൊന്നുമല്ല ഇത്. അപ്പോൾ അവിടെ നടക്കുന്ന ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ചുരുക്കം ഇന്ത്യക്കാരുടെ തന്നെ സപ്പോർട്ട് എവിടെയോ കിട്ടിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഏതാണ്ട് 2000-ഓളം ടൂറിസ്റ്റുകൾ ഈ ദിവസം ഈ സമയത്ത് പഹൽഗാമിലുണ്ട്. പെട്ടെന്ന് ഈ ബൈസറൻ താഴ്വരയിൽ കാടുകളിൽ നിന്ന് ചുറ്റുമുള്ള വളരെ സുന്ദരമായ സ്ഥലമാണെന്നാണ് ഞാൻ നേരിട്ടത് കണ്ടിട്ടുള്ള സ്ഥലം. വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമെന്ന് പറയുന്ന അവിടെ പെട്ടെന്ന് 3 പേര് തോക്കുധാരികൾ വളരെ ശക്തമായിട്ട് ഈ ആയുധങ്ങളുമായിട്ട് കടുവന്ന് ആളുകളുടെ നേരെ വെറുതെ നിറയൊഴുകിയായിരുന്നു. ഇവർക്ക് പ്രതികരിക്കാനുള്ള സമയമില്ല, സാഹചര്യമില്ല, മാത്രമല്ല പുറം ലോകമായിട്ട് ബന്ധമില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അതായത് വണ്ടിയിലെത്തിയാൽ 1 മണിക്കൂറിന് ശേഷമാണ് പുറം ലോകം ഈ സംഭവം അറിയുന്നത്. അതിനു മുമ്പ് ഇവർ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. അമുസ്ലിങ്ങളെ തിരിഞ്ഞു പിടിച്ച് അവരെ കൊല്ലുക, ഭർത്താവിൻ്റെ പേര് ചോദിച്ചിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് അയാളെ കൊന്നുകളയുക, സംശയമുള്ളവരെ തുണി അഴിച്ച് പരിശോധിക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക, കലിമ ചൊല്ലാൻ പറയുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. എന്നിട്ട് ഇത് മുഴുവനും അവരുടെ നെറ്റിയിൽ തലയിൽ ഫിറ്റ് ചെയ്ത ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ഈ ആളുകളെ കൊന്ന ശേഷം ഇവർ അട്ടഹസിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് സാക്ഷികൾ. ഇങ്ങനെ വളരെ ദാരുണമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തത്.
ഇതിനകത്ത് ഇവർ തുണിയഴിച്ച് പരിശോധിക്കുന്ന പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചർച്ചയായ വിഷയമാണ്. ഇത് പാർട്ടിയോ രാജ്യമോ ദേശമോ സംസ്ഥാനമോ ഒന്നുമല്ല നോക്കിയത്, മതം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് മതത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറയാനായിട്ട് യാതൊരു സംശയവും ആർക്കുമുണ്ട്. ഇനിയും ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല, നേരത്തെ ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ വിശ്വാസത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നത്. ചിലപ്പോൾ ചില സ്ഥലത്ത് മതം മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ദാരുണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ള കാരണത്താൽ അവിടെ കൊല്ലപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുണ്ട്. അതും ആളുകൾക്ക് വളരെ വേണ്ടപ്പെട്ട മധ്യപ്രദേശത്തു നിന്നുള്ള സുശീൽ നത്താനിയൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനി. ഇദ്ദേഹം 58 വയസ്സുള്ളൊരു മനുഷ്യനാണ്, ഇൻഡോർ താമസക്കാരനാണ്, ഒരു LIC ബ്രാഞ്ച് മാനേജരാണ്. ഇദ്ദേഹത്തിന് വെടിയേറ്റ് മരിച്ചു. മകളുടെ കാലിൽ വെടിയേറ്റു. ഈസ്റ്റർ ആഘോഷത്തിനായിട്ട് 19-ാം തീയതി ജമ്മു കാശ്മീരിൽ പോയതാണ്. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഗാർഡിയൻ ഓഫ് ദ ഫാമിലി എന്നാണ്, അതായത് കുടുംബത്തിൻ്റെ സംരക്ഷകൻ. ഈ സുഹൃത്തുക്കൾക്കെല്ലാം ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിലേക്ക് തിരിയുകയും ഉപദേശങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. മതം നോക്കി മനുഷ്യനെ കൊല്ലുന്ന മുസ്ലിം അല്ലെങ്കിൽ കൊന്നുകളയുക. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും മതത്തിൽ അധിഷ്ഠിതമാണ് തീവ്രവാദം എന്ന്, ഒരു മതത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയാനായിട്ട് ആരും സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത്രയും വലിയ ഭീകര ആക്രമണം, പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു യുദ്ധം ചെയ്യുന്നത് പോലെ, അങ്ങനെയുള്ള ഈ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ഇനി ആരാണ് ഈ ആക്രമണം നടത്തിയത്? അത് നമ്മൾ നോക്കിയാൽ 2019 നമ്മൾ ആർട്ടിക്കിൾ 370 പിൻവലിച്ചപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് രൂപപ്പെട്ട പുതിയ ഒരു സംഘടനയാണ് ദ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന് പറയും, TRF. ഈ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ലഷ്കർ ഇ തായ്ബയുടെ, അതായത് കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടി തന്നെ ഉണ്ടായിരിക്കുന്ന ലഷ്കർ ഇ തായ്ബയുടെ ഒരു പോഷക സംഘടനയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കസൂരി അല്ലെങ്കിൽ സൈഫുള്ള ഖാലിദ് ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് മനോരമ ഓൺലൈനിൽ 23-ാം തീയതി വന്ന ഒരു വാർത്ത പറയുന്നത്, യുവാക്കളെ തീവ്രവാദികളാക്കാൻ വലിയ കഴിവുള്ള ആളാണ് ഈ കസൂരി എന്ന് പറയുന്നത്. 2 മാസം മുമ്പ് പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ പാക് സൈന്യത്തോട് ഈ ഇദ്ദേഹം സംസാരിച്ചിരുന്നു, അതായത് പ്രസംഗിച്ചിരുന്നു. ഇന്ത്യൻ സൈനികരെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. 100 കണക്കിന് യുവാക്കളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം എന്ന് പറയപ്പെടുന്നു. ലഷ്കർ ഇ തായ്ബയുടെ പെഷവാർ ആസ്ഥാന തലവനാണ് ഈ ഖസൂരി എന്ന് പറയുന്നത്. ലഷ്കർ ഇ തായ്ബയുടെ മറ്റൊരു രൂപമായ ജമാഅത്ത് ഉദ്ദവയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും ഇയാൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ US 2016 ഭീകരപട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ UN. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി തന്നെ, അതായത് ഈ കാശ്മീരിന് വേണ്ടി തന്നെ രൂപപ്പെട്ട സംഘടനയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 2 മാസം മുമ്പ്, അതായത് 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സൈനികരെ കൊന്നാൽ സ്വർഗം കിട്ടുന്ന ഇയാൾ പറഞ്ഞല്ലോ. 2025 ഫെബ്രുവരി 2-ന് ഖൈബർ പാഖ്തുൻഖ്വയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, 2026 ഫെബ്രുവരിക്ക് മുമ്പ് കാശ്മീർ പിടിച്ചടക്കാൻ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഇയാൾ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാശ്മീരിൽ ഇപ്പോൾ നടന്നത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ്. ഇനി ഇതിൻ്റെ ഒരു അന്തർദേശീയ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് ഇന്ത്യയുടെ സ്വാധീനം വല്ലാതെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളൊക്കെ പണ്ട് പുറത്തുണ്ടായിരുന്ന കാലത്ത് നമ്മളെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലല്ലോ എന്നൊരു സങ്കടം നമുക്ക് വാസ്തവത്തിലുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ഇന്ത്യക്കാരൻ അഭിമാനത്തോട് ലോകത്ത് എവിടെ നടക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കറിയാലോ, ഉഴുന്നല്ലച്ഛനെയൊക്കെ പോയി കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ, ആളുകളെ എല്ലാം അവിടുന്ന് ഒഴിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് പ്രത്യേകമായിട്ടൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ പാകിസ്ഥാനികൾ വരെ ഇന്ത്യൻ പതാക കാണിച്ചുകൊണ്ട്
കൊണ്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അതേസമയത്ത് അവർ എണ്ണ മേടിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഏതാണെന്നറിയാമോ? റഷ്യയിൽ നിന്ന് ഇവിടെ മേടിച്ചിട്ട് ഇരട്ടി പൈസയ്ക്ക് അവർ ഇന്ത്യയിൽ നിന്ന് എണ്ണ മേടിക്കുകയാണ്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ ചർച്ച. അപ്പം നമ്മുടെ രാജ്യത്തിന് ഇന്ന് അങ്ങനെ ഒരു വലിയൊരു സംവിധാനം ഇന്നത്തെ ഭരണകൂടം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സൗദി സന്ദർശനം നടത്തുന്ന അവസരമായിരുന്നു. അതായത് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായിട്ട് തന്നെ ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. US പ്രസിഡന്റ് JD വാൻസ് ഇവിടെ സന്ദർശിക്കുന്ന അവസരമാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് പല രാജ്യങ്ങളുമായിട്ടും, അതായത് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടെല്ലാം പുതിയ പുതിയ കരാറുകൾ, പ്രതിരോധ കരാറുകൾ ഏർപ്പെടുത്തേണ്ട സമയമാണ്. ഇന്ത്യയുടെ ഈ ഒരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ ഒരു ഇമേജ് ഇത് തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിനകത്തുണ്ടെന്ന് മാത്രമല്ല, കാശ്മീരിൻ്റെ വളർച്ച തടഞ്ഞ് അവരെ ഇങ്ങനെ അന്ധകാരത്തിൽ നിർത്തുക എന്നുള്ള ലക്ഷ്യവും ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അച്ഛാ, നമ്മുടെ നാട്ടിലെ സാമാജികർ തന്നെ പറയുന്നുണ്ട് തീവ്രവാദത്തിന് മതമില്ല എന്ന്. യഥാർത്ഥത്തിൽ തീവ്രവാദത്തിന് ഒരു മതമുണ്ടോ? ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലസ്തീനയിൽ ഇസ്രായേൽ നടന്ന ആക്രമണം സമാനമാണ്. അവിടെ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സാധാരണ മനുഷ്യരെ ഇവർ പോയി വെടിവെച്ച് കൊല്ലുകയും അങ്ങനെ ക്രൂരകൃത്യം ചെയ്യുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെ ആഘോഷത്തിലായിട്ട് അവിടെ നമുക്കറിയാമല്ലോ, വണ്ടി പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ആളുകൾ പോയി സമാധാനമായിട്ട് അവിടെ കാഴ്ചകളെ കണ്ട് നടക്കണമെങ്കിൽ എത്രയോ സേഫായിട്ട് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് അവിടെയാണ് ഇവർ കയറി വെടിവെക്കുന്നത്. അപ്പോൾ ആളുകളെ തിരഞ്ഞു പിടിച്ച് ആ ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ട് അവരുടെ പേര് ചോദിക്കുക, മതം അന്വേഷിക്കുക, അല്ലെ തുണി അഴിച്ചു നോക്കുക, കലിമ ചൊല്ലിക്കുക, എന്നിട്ട് മതം സ്ഥിരീകരിച്ചതിന് ശേഷം കൊന്നുകളയുക, അതുവരെ നിഷ്ഠൂരമായിട്ട് ചെല്ലുക, അത് ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മതമുണ്ടോ മതമില്ല എന്ന് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ പറഞ്ഞ മതമില്ലാതെ ആകുന്നില്ലല്ലോ. മതത്തിൽ പൂർണ്ണമായിട്ടും അടിസ്ഥാനപ്പെട്ടതാണ് ഈ പറയുന്ന തീവ്രവാദം. മാത്രമല്ല, നമുക്ക് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ കസൂരി ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ ഇവിടെ നമ്മുടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മതമില്ലാതെയാണോ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആഹുന്നത്? പിന്നെ നമുക്കറിയാം, ഈ ലോകത്ത് നടന്ന പല കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അവർ അള്ളാഹു അക്ബർ വിളിക്കുന്നതാണ്. അത് മതമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ എന്തും പറയാനായിട്ട് കുറച്ച് മീഡിയക്കാരും കുറച്ച് നേതാക്കന്മാരും ഉണ്ട്. ഇത് ജനത്തിൻ്റെ കണ്ണ് തുറക്കുന്നത് വരെ ഇത് തുറന്നുകൊണ്ടിരിക്കും. ഇനി മതമുണ്ടോ എന്ന് ചോദിച്ചാൽ മതമുണ്ട്. ഏത് മതമാണെന്ന് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതൊരു ചരിത്രം നോക്കിയാൽ മതി. നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കിയാൽ തുടക്കം മുതൽ പടയോട്ടത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ 2 തരം പടയോട്ടങ്ങളുണ്ട്. അതായത് ഗസാവാത്ത് എന്ന് പറയുന്ന മുഹമ്മദ് നേരിട്ട് നടത്തുന്ന പടയോട്ടങ്ങളും സറിയ എന്ന് പറയുന്ന ആളുകളെ വിട്ട് നടത്തുന്ന പടയോട്ടങ്ങളും. അങ്ങനെ പടയോട്ടങ്ങൾ നടത്തിയാണ് ഇവരിത് വ്യാപിപ്പിച്ചത്. അപ്പോൾ അതിന് മതമുണ്ടോ തീവ്രവാദത്തിന്? അതിനുശേഷം നമ്മൾ ചരിത്രം മുമ്പോട്ട് വരികയാണെങ്കിൽ പിന്നീട് വന്ന ഈ റസുഡുൻ ഖലീഫുമാരുടെ കാലശേഷം വരുന്ന ഉമ്മയാദുകളും അബ്ബാസിദുകളും എല്ലാം ഈ പടയോട്ടങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പടയോട്ടങ്ങളിലൂടെ നടത്തുന്ന ഒരു സ്ഥലത്ത് പോയി ആളുകളെ പിടിച്ച് കൊല്ലുകയും അവരുടെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന തീവ്രവാദമല്ല, അത് മറ്റെന്താണ്. അങ്ങനെ വളർന്നു വന്ന ഒരു സംവിധാനമാണെന്ന് ഒന്നാമത് ഓർക്കണം. അല്ലാതെ ഇത് വലിയ ഒരു കാര്യമായിട്ട് ഇങ്ങ് വന്ന വേറെ ഏതെങ്കിലും ഒരു മതം പോലെ എന്തെങ്കിലും ഒരു വലിയ ദർശനം ഉണ്ടായിട്ട് വന്നൊരു കാര്യമൊന്നുമല്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മതം പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എത്തിയപ്പോൾ, അത് യാത്രക്കാർ വഴി ഇങ്ങനെ എത്തിയതായിരിക്കും. എത്തിയപ്പോൾ ആ സ്ഥലത്ത് നല്ല നല്ല മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മതമായിട്ട് അവർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് മതങ്ങൾക്കുള്ളതുപോലെയുള്ള ഒരു ധാർമ്മികത ഇത് ആർജിച്ചിരുന്നു. അതാണ് ഇന്ത്യയിലുള്ള ആൾക്കാരെയൊക്കെ കാണുന്നത്. ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള ഈ പടയോട്ടങ്ങൾ നടത്താത്ത ആളുകൾ, ഇതിനെയാണ് നമ്മൾ ഈ പാരമ്പര്യ ഇസ്ലാം എന്ന് പറയുന്നത്. ഇവർക്ക് ഇതിനെക്കുറിച്ച്, ഈ ഖുറാനെക്കുറിച്ചോ ഹദീസുകളെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. അവർ ഒരു മതമായിട്ട് അതിനെ സ്വീകരിച്ചിരിക്കുന്നു. ജനിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് അതിലവർ ജീവിച്ചു വരുന്നു. അവർക്ക് ഈ തീവ്രവാദം മനസ്സിലുണ്ടാകണമെന്നുമില്ല. ഇപ്പോൾ ഇതൊരു ഭാഗമായതുകൊണ്ട് ഞമ്മൻ്റെ പാർട്ടി എന്നുള്ള നിലയിലുള്ളതല്ലാതെ അവരുടെ മനസ്സിൽ തീവ്രവാദം ഉണ്ടാകണമെന്നില്ല. നമ്മുടെ നാട്ടിലെ എനിക്കൊന്ന് നല്ല ശതമാനം ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇപ്പോഴും, പ്രത്യേകിച്ച് മുതിർന്ന തലമുറ. ഇപ്പോഴത്തെ പിള്ളേരെക്കുറിച്ച് നമുക്കൊന്നും പറയാനായിട്ട് സാധ്യതയില്ല. മുതിർന്ന തലമുറ ഇങ്ങനെ ഈ ഇന്ത്യയിലെ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഇവരെല്ലാം നല്ല, അതായത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കിയാൽ ഇവർക്കിങ്ങനെ യാതൊന്നും ഇവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഈ മുസ്ലിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് എന്നുള്ളതിൽ കൂടുതൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആളുകളും അവരുടെ ആളുകളും ഈ ഹിന്ദുക്കളും ഇത് ആരെടുത്താലും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു ഗ്രാമങ്ങളിലും പട്ടണങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഇവിടേക്ക് തീവ്രവാദം
ഇറക്കുമതി ചെയ്യപ്പെട്ടു. ഇവിടെ ഇന്ത്യയിൽ ഇത് ഏറ്റവും അധികം പ്രവർത്തിച്ചത് മൗദൂദികളാണ്. മൗദൂദി ഇവിടെ വന്നിട്ട് ബ്രിട്ടീഷുകാരൊക്കെ യുദ്ധം ചെയ്യുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പാകിസ്ഥാൻ ഉണ്ടാക്കി അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് തന്നെ ഇങ്ങോട്ടും തിരിച്ചു വന്ന് മദ്രസകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് തീവ്രവാദം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് ഇലിയാസും ഇവർ തീവ്രവാദം പറഞ്ഞു വന്നപ്പോൾ അവർ പറഞ്ഞു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ മുഹമ്മദിനെ പോലെ ജീവിക്കുകയും ഖുർആൻ വായിച്ച് പഠിക്കുകയും വേണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പറഞ്ഞാണ് ഇവിടെ ഈ തീവ്രവാദം വളർന്നു വന്നത്. ഇത് വളർന്നു വരാതിരിക്കാൻ മാർഗമില്ല. കാരണം ഇത് ആരംഭം അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഇത് വളരെ പ്രത്യേകമായിട്ട് 2-3 വചനങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഖുർആൻ്റെ 9:111 ഞാനിവിടെ വായിക്കുന്നത് ചെറിയകണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ അതുപോലെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും തർജ്ജമ ചെയ്തിരിക്കുന്ന നെറ്റിൽ കിടക്കുന്ന വെർഷനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആർക്കും സംശയം വേണ്ട. ഈ മൗദൂദികളുടെ പ്രവർത്തന ഫലമായിട്ടും മുഹമ്മദ് ഇലിയാസിൻ്റെ പ്രവർത്തന ഫലമായിട്ടും അതാണ് തബ്ലീഗിയൊക്കെ വരുന്നത്. പിന്നീട് പുറത്തോട്ട് പോയാൽ നമ്മൾ പറഞ്ഞല്ലോ ഹസനുൽ ബന്നയും പാർട്ടികളൊക്കെ അപ്പുറത്ത് നിൽക്കുന്നു. ഇങ്ങനെയാണ് ലോകത്തെമ്പാടും തീവ്രവാദം വളർന്നു വന്നത്. ഇനി ഖുർആൻ 9:111 പറയുന്നത് എന്താണെന്നറിയാമോ? തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിനു പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ നാമത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. ഈ വാചകം തീർന്നില്ല. തൗറാത്തിലും ഇഞ്ചിയിലും ഖുറാനിലും തൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനം അത്രേ ഇത് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ് മുസ്ലിങ്ങളെ ചതിച്ചെന്താണെന്നറിയാമോ? തൗറാത്ത് എന്ന് പറഞ്ഞാൽ തോറായാണെന്ന് അവർ പറയും, ഇഞ്ചിയിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷമാണെന്ന് പറയും. അതായത് തോറായിലും സുവിശേഷങ്ങളിലും ഒക്കെ ഇങ്ങനെ കൊല്ലാനാണ് കൽപ്പിച്ചിരിക്കുന്നതെന്ന് മുസ്ലിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഖുർആൻ 9:111. ഇനി ഖുർആൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ആർക്കും വിരോധമില്ല. പക്ഷേ അതിൻ്റെ ബേസിക് തത്വം എന്താണ്? ഖുർആൻ സ്വർഗത്തിൽ ഒറിജിനൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരിക്കലും മാറ്റം വരാതെ. അതിൻ്റെ കോപ്പിയാണ് ഇവരുടെ കയ്യിലുള്ളത്. അതെന്നും പ്രവർത്തിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാൽ തീവ്രവാദം ഉണ്ടാകാതിരിക്കുമോ എന്നത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ മാറാതെ ഈ ഖുറാനിൽ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. പക്ഷേ ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യം വിശ്വസിക്കുന്നവർക്ക്, അതായത് യുദ്ധം ചെയ്യുകയും കൊല്ലുകയും കൊല്ലപ്പെടുകയുമാണ് അടിസ്ഥാന ദൗത്യം എന്ന് വിചാരിക്കുന്നവർക്ക് തീവ്രവാദികളാകാതിരിക്കാൻ കഴിയുമോ? ഹമാസ്, ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള പല ഗ്രൂപ്പുകളും ഇന്ത്യയെ കീഴടക്കണം എന്നുള്ള ചില ചിന്തകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിട്ട് ഈ ഗ്രൂപ്പുകൾക്ക് എന്നാ ഇത്ര വിരോധം? ഇന്ത്യയെ കീഴടക്കുക എന്നുള്ളത് മുഹമ്മദിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. മുഹമ്മദിനെയാണല്ലോ ഇവർ അനുഗമിക്കുന്നത്. ലക്ഷ്യമായിരുന്നു. 2 കാര്യങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത. ഒന്ന്, ഇന്ത്യ പഴയ കാലം മുതൽ വലിയ ഒരു സമ്പന്നമായ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയെ കീഴടക്കിയ വലിയ സമ്പത്ത് കിട്ടും. അതുകൊണ്ടല്ലേ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ വരുന്നത്. എല്ലാവരും ഇത് കേൾക്കാം, മലപ്പുറം ചേരുന്നു, എല്ലാവരും വന്നിരുന്നു. ഇനി ഇന്ത്യ കീഴടക്കിയാൽ വലിയ സമ്പത്ത്, അതുപോലെ സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ധാരണയൊന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ കീഴടക്കുക എന്നുള്ളത് മുഹമ്മദിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. 2, അവരവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ മുഴുവനും കാഫിറാണല്ലോ. അപ്പോൾ ഇത് കീഴടക്കി ഇത് മുഴുവനും അങ്ങോട്ട് പിടിച്ചെടുത്താൽ അവരെ മുഴുവൻ മുസ്ലിങ്ങളാക്കുക എന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ഇന്ത്യയെ കീഴടക്കും. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നില്ല. അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയെ കീഴടക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു, ഇവരെല്ലാം സ്വർഗത്തിലാണ് കളിക്കുന്നത് കേട്ടോ. എന്ത് പറഞ്ഞാലും സ്വർഗം കിട്ടുമെന്നാണ് പറയുക. സ്വർഗം വാഗ്ദാനം ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നത് ഖുറാനിലാണ്. ഇവിടെയും സ്വർഗം കിട്ടുമെന്നാണ് പുള്ളി വാഗ്ദാനം ചെയ്തത്. അതിന് പുള്ളി ഈ ആളുകളെ ഈ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് പല ഗ്രൂപ്പുകൾ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ PFI അറസ്റ്റ് കൊണ്ടിരുന്നത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇന്ത്യയെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നടക്കുന്ന മിക്കവാറും ഗ്രൂപ്പുകളുടെ ലക്ഷ്യം ഇന്ത്യയെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും ഇപ്പോൾ അല്ലെങ്കിൽ ലഷ്കർ ഇ തൈബ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ദ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്, ഇവർക്കെല്ലാം ഇന്ത്യ പിടിച്ചെടുക്കാനാണ് താല്പര്യം. ഇത് ഇവർ മാത്രമല്ല, എല്ലാവരുടെ ഒരു ശ്രമമാണ്, ഹമാസിൻ്റെ എല്ലാ ശ്രമമാണ്. കാരണം എന്താണ്? മുഹമ്മദ് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. സുനൻ അൽ നസായിയുടെ 3175 നമ്പറിൽ, ബുക്ക് 25 ഹദീസ് 91, ഇംഗ്ലീഷ് വേർഷനാണെങ്കിൽ ബുക്ക് 25 ഹദീസ് 3177. ഞാൻ വായിക്കാം. തൗബാൻ നിവേദനം. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, അള്ളാഹു അഗ്നിയിൽ നിന്നും മോചിക്കുന്ന 2 വിഭാഗം ആളുകളുണ്ട്. 1, ഇന്ത്യ കീഴടക്കുന്നവർ. 2, മറിയാമിൻ്റെ മകനായ ഈസായുടെ കൂടെയുള്ളവർ. ഇതൊരു ഹസൻ ഹദീസാണ്. അതായത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഹദീസാണ്. ആദ്യത്തെ ഗ്രേഡിൽപ്പെട്ടതല്ല, പക്ഷേ വിശ്വസനീയമാണെന്നും ഉപയോഗിക്കാവുന്നതുമാണ് ദാറുസലാം പറയുന്നതാണ്. ഇങ്ങനെയുള്ളത് കൊണ്ട് എന്താണെന്നറിയാമോ? ഇവരുടെ ഇടയിൽ ഗസ്വ എ ഹിന്ദ് എന്ന് പറയുന്ന
ഒരു ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഇന്ത്യ പിടിച്ചെടുക്കുക എന്നുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ ഇവർക്ക് അകത്തുള്ളതായാലും പുറത്തുള്ളതായാലും ഇന്ത്യ കീഴടക്കുക എന്നുള്ള ലക്ഷ്യം ഇവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ തന്നെ ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് ക്രമീകരിക്കേണ്ടതാണ്. കുട്ടികൾ തന്നെ പാകിസ്ഥാൻ്റെ ജേഴ്സിയും ധരിച്ചിട്ട് പാകിസ്ഥാൻ്റെ പതാകയും പിടിച്ച് കൊതിയും പിടിച്ച് ജയ് വിളിക്കും. നമുക്ക് കാണാം, ഒരു മത്സരം വന്നാൽ എന്ത് കാര്യം വന്നാലും അതെങ്ങനെയാണ് ഇന്ത്യയിൽ താമസിക്കുന്നവർ പാകിസ്ഥാൻ ജയ് വിളിക്കുന്നത്? അവരപ്പോൾ അങ്ങ് പോകണ്ടേ? അപ്പോൾ ഇതവരുടെ ഒരു മതപരമായ ഉത്തരവാദിത്വമായിട്ട് മതം അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് പൂർത്തിയാക്കിയത്, ഇത് ജീവിതത്തിൽ പൂർത്തിയാക്കി കാണിച്ചത് മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന അഫ്ഗാനിൽ നിന്ന് 10-11 നൂറ്റാണ്ടിൽ വന്ന് ഇന്ത്യയെ കീഴടക്കി ഇസ്ലാം പ്രചരിപ്പിച്ച ഒരു രാജാവാണ് എന്നോർമ്മയുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ പഹൽഗാമിൽ ഈ തീവ്രവാദം നടത്തിയ ആൾ നമ്മൾ നോക്കിയാൽ അയാൾ നിസ്കരിക്കുന്ന ഒരാളാണ്. അയാളുടെ നെറ്റി നോക്കിയാൽ നമുക്കറിയാം. ഇവരുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ ഇന്ത്യ കീഴടക്കുക, അങ്ങനെ സ്വർഗത്തിൽ പോകുക എന്നുള്ള ചിന്തയാണ്. ഈ സ്വർഗം എന്നുള്ളത് ഇവരുടെ ഒരു എന്താ പറയുക, ആളുകളെ വഞ്ചിക്കാനായിട്ട് പ്രയോഗിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. അച്ഛാ, ഈ പഹൽഗാമിൽ ഓരോരുത്തരെയും തുണി അഴിച്ച് നോക്കിയിട്ട് വെടിവെച്ച് കൊല്ലുന്ന ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം, അതൊക്കെ നമ്മുടെ മനസാക്ഷിയെ തന്നെ വ്രണപ്പെടുത്തുന്ന ഒരു സാഹചര്യം. എന്താണ് അച്ഛാ അതിനോടൊക്കെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുക? വളരെ വിചിത്രമായൊരു സംഭവമാണ് പഹൽഗാമിൽ നടന്നത്. നമുക്കറിയാം, വസ്ത്രം അഴിച്ച് നോക്കിയിട്ട് അവൻ്റെ മതം നോക്കിയിട്ട്, വസ്ത്രം അഴിച്ച് നോക്കിയത് മതം മാത്രമാണെന്ന് വേറെ ആരും പറയേണ്ട കാര്യമില്ലല്ലോ. അത് അവൻ്റെ പേരോ അവൻ്റെ നാടോ അവൻ്റെ രാജ്യമോ അവൻ്റെ ഒരു കാര്യവുമല്ല, മതം മാത്രമാണ് നോക്കിയത്. അങ്ങനെ അഴിച്ചിട്ട് ഈ കൊല്ലുന്ന ഈ പരിപാടി ഇവർ എവിടുന്ന് പഠിച്ചു? ഇതും നമ്മൾ പറയാമല്ലോ, ഇവർ ഈ ചര്യ പഠിച്ചതാണ്. അതിനുള്ള തെളിവ് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇബിൻ മജായുടെ 2541 ഹദീസ് കേട്ടപ്പെട്ട്, ഇബിൻ മജായുടെ 2541 ബുക്ക് 20 ഹദീസ് 9, ഇംഗ്ലീഷ് ആണെങ്കിൽ വോളിയം 3 ബുക്ക് 20 ഹദീസ് 2541. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അബ്ദുൾ മാലിക് ബിൻ ഉമർ പറഞ്ഞു എന്ന് അത്തിയ അൽ ഖുറാദി പറയുന്നത് ഞാൻ കേട്ടു. ഖുറൈദ ദിവസം ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ അടുത്ത് ഹാജരാക്കപ്പെട്ടു. ഗുഹ്യഭാഗത്ത് രോമം വളർന്നവരെല്ലാം വധിക്കപ്പെട്ടു. ഗുഹ്യഭാഗത്ത് രോഗം വളരാത്തവരെല്ലാം മോചിതരായി. എനിക്ക് രോമം വളർന്നിട്ടില്ലാതിരുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ഒരു ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ടേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി നമ്മുടെ നേതാക്കളും ആളുകളും പറയണം, തീവ്രവാദത്തിന് മതമുണ്ടോ എന്നും. അപ്പോൾ ഇതിന് മതമുണ്ട് എന്ന് പറയാനായിട്ട് പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ വളർന്നു വന്നുകൂടി തീവ്രവാദത്തിന് നമ്മൾ തടയിടുന്നില്ലെങ്കിൽ ഇത് വലിയ ദൂഷ്യഫലങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അച്ഛൻ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു തിന്മ ചെയ്യാനുള്ള പ്രചോദനം മതം തന്നെയാണെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഉള്ളടക്കം. ഇതിന് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഭാര്യയോട് ഭർത്താവിൻ്റെ പേര് ചോദിച്ചിട്ട് അവരവിടെ സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് പേര് ചോദിച്ചിട്ട് അയാളെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ അയാളുടെ വസ്ത്രം മാറ്റി നോക്കിയിട്ട് വെടിവെച്ച് കൊല്ലുക, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ഇതൊരു ദൈവത്തിൽ നിന്നാണെന്ന് അവർ പറയുന്നത്, പക്ഷേ ദൈവത്തിൽ നിന്നല്ല. എന്താണ് കാരണം? നമ്മൾ ഈ സഹീഹ് ബുഖാരി ഹദീസ് 1237, ബുഖാരി ബുക്ക് 23 ഹദീസ് 1, ഇംഗ്ലീഷ് വേർഷൻ ആണെങ്കിൽ വോളിയം 2 ബുക്ക് 23 ഹദീസ് 329. പറയുന്നത് എന്താണെന്നറിയാമോ? ഹദീസ് മുഴുവൻ കോട്ട് ചെയ്യല്ലേ ഞാൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അള്ളാഹുവിനെ ആരാധിക്കുന്നവർ ഏത് തിന്മ ചെയ്താലും സ്വർഗത്തിൽ പോകുമെന്നാണ് പറയുന്നത്. ഏത് തിന്മ ചെയ്താലും. ഇത് ഞാൻ വായിക്കുമ്പോൾ, ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് ഇത് ക്രിസ്ത്യാനികൾക്കാണ് മനസ്സിലാക്കാൻ എളുപ്പം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങൾ വായിച്ചാൽ ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ മരത്തെ തിന്നരുതെന്ന്. ഈ മരം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടത് കഥാരൂപത്തിൽ ദൈവസത്യം പഠിപ്പിക്കുന്നതാണ്. അത് 10 പ്രമാണങ്ങളെയാണ്, നന്മതന്മകളുടെ അറിവിൻ്റെ വൃക്ഷം അവിടെ പ്രതിനിധീകരിക്കുന്നത്. ഈ മരത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞാൽ 10 പ്രമാണങ്ങൾ ലംഘിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലരുത്, വ്യഭിചാരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, അന്യൻ്റെ വസ്തുക്കൾ അടിച്ചു മാറ്റരുതെന്നൊക്കെ പറഞ്ഞു പോകുന്ന പ്രമാണങ്ങളാണ്. അപ്പോൾ ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞാൽ, ഈ പ്രമാണങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ നീ ദൈവത്തെ പോലെയാകും, സ്വർഗത്തിലിരിക്കുമെന്നാണ് പറയുന്നത്. ഇവരെല്ലാ പ്രവൃത്തിയും ചെയ്യുന്ന സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാലോ, ഇതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോവുകയല്ല, അത് നരകത്തിൻ്റെ അങ്ങേ പാതാളത്തിലേ പോവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സർപ്പത്തിൻ്റെ വിഭാഗമാണിതെന്ന് മനസ്സിലാക്കിയിരിക്കണം.
അതായത് ദൈവപ്രമാണം ലംഘിക്കാനും മനുഷ്യനെതിരെ തിന്മ ചെയ്യാനും ഏതെങ്കിലും ഒരു അപ്പനുണ്ടാവുമോ? മക്കളെ സൃഷ്ടിച്ചിട്ട് കുറേ മക്കളെ കൊല്ലാനായിട്ട് മറ്റു മക്കളെ ആയുധം കൊടുത്തു വിടുന്നവർ, അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ നീ സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞ് ഏതപ്പനാണ് ഉണ്ടാകുന്നത്? അപ്പോൾ അങ്ങനെ ഇത് തീവ്രവാദം വളരെ മോശമായ വിധത്തിൽ ഇതിങ്ങനെ പറഞ്ഞ ആളുകളെ പഠിപ്പിച്ചു, അങ്ങനെ സ്വർഗത്തിൽ പോകുന്നവരെ പഠിപ്പിച്ചു. അതിന് തിന്മയുടെ ഒരു ശക്തിയുടെ ഒരു ഒരു എന്താണ് പ്രവർത്തനനിരതമാകുന്നത് കൊണ്ടാണ് ഇത്രയും ക്രൂരത മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് ആ പടം ഓർമ്മയുണ്ടല്ലോ, ആ പാവപ്പെട്ട സ്ത്രീ ഭർത്താവിൻ്റെ ശരീരത്തിന് മുമ്പിരുന്ന് കരഞ്ഞോണ്ടിരിക്കും. ഇതാണോ അള്ളാഹുവിന് വേണ്ടത്? ഇന്ന് ലോകത്ത് 100 കണക്കിന് ഈ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. എല്ലാം ഈ മതത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. സമാധാനപരമായിരുന്ന യൂറോപ്പ് ഇന്ന് നരകമായിട്ട് മാറി. അമേരിക്ക ഒരു തിരിച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചു, അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ തകർത്ത് കളയുന്നത്, സമാധാനം തകർത്ത് കളയുന്നത്? എന്നിട്ട് സമാധാന മതം എന്ന് പറയുകയും കൂടെ ചെയ്യാൻ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. എന്തും ചെയ്താൽ ഉടനെ നമുക്ക് ഈയിടെ പറഞ്ഞാലോ, ഇവിടെ ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഉടനെ നമ്മുടെ നാട്ടിൽ മീഡിയയിൽ കൂടെ നരേന്ദ്രമോദി കൊല്ലുന്നു, RSS കൊല്ലുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അത് എന്ത് ചെയ്താലും സ്വന്തം ചെയ്തിട്ട് മറ്റുള്ളവരുടെ തലയിൽ ഈ പാപങ്ങൾ കെട്ടിവയ്ക്കുക എന്നുള്ള ശീലം. ഈ കമൻറ്റുകൾ ഇങ്ങനെ എഴുതുന്നവരെയൊക്കെ വാസ്തവത്തിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഭരണകൂടങ്ങൾ അതിനുള്ള ഒരു ആർജവത്വം കാണിക്കേണ്ടതാണ്. US-ൻ്റെ ലിസ്റ്റിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 70-ലധികം തീവ്രവാദ സംഘടനകളുണ്ട്. ഈ സംഘടനകളെല്ലാം ഈ അടുത്ത കാലത്ത് മതം ബേസ് ചെയ്ത് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, കേരളത്തിൽ ഇത് കേന്ദ്രമാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ക്രിസ്ത്യൻ അധ്യാപകർ ടാക്സ് കൊടുക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ചില മുസ്ലിങ്ങൾക്ക് താല്പര്യം. അവർ അതിന് കേസ് കൊടുത്തു. അതിൻ്റെ പേരിൽ അന്വേഷണം വന്നു. ക്രിസ്ത്യാനികളായിട്ടുള്ള അധ്യാപകരെ തിരഞ്ഞു പിടിച്ച് അവരെ അന്വേഷണം നടത്താനായിട്ട് ഓർഡർ ഇറങ്ങി. അതിന് പിന്നെ അവർക്ക് സസ്പെൻഷനൊക്കെ ആയി എന്ന് കേൾക്കുന്നു. ഇത് കേരളമാണ് കേട്ടോ. എന്നിട്ട് എത്ര നേതാക്കളുണ്ട് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനിക്ക് വേണ്ടി ഘോര സംസാരിക്കുന്ന ആളുകൾ, ഇതിനെതിരെ സംസാരിച്ചവർ. ഇതിനൊന്നും ആർക്കും താല്പര്യമില്ല. കാരണം തീവ്രവാദം വളർത്താൻ ഇവർക്ക് ഇഷ്ടമാണ് എന്ന് ഞാൻ പറയും. കാരണം അവരുടെ കസേരയും അവരുടെ വോട്ടും. നമ്മുടെ നാട്ടിൽ തീവ്രവാദം വലിയ വളർച്ച വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ കുട്ടികൾ ഈ പറയുന്ന വിദേശ രാജ്യത്തിൻ്റെ ഫ്ലാഗും ധരിച്ച് അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്നത്. ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദത്തിന് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് കൊടുത്തേ മതിയാവും.